ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. വിഷ്ണു സഹസ്രനാമത്തിലെ അടുത്ത ഒരു നാമത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ നാമജപങ്ങൾ നമുക്ക് മനസ്സിന് കൂടുതൽ ശക്തിയുള്ളതാക്കുമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് 10ാമത്തെ ചാപ്റ്ററിൽ. അതായത് ഞാൻ യജ്ഞങ്ങളിൽ വെച്ച് ഞാൻ ജപയജ്ഞമാണ്. അപ്പോൾ നാമജപ സാധനയുടെ പ്രാധാന്യം പറയുന്നു. ചിട്ടയായിട്ടും നിഷ്ഠയോടും കൂടി എന്നും ഒരേപോലെ ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യുന്ന നാമം ജപിക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ എല്ലാ കാലത്തും നാമം ജപിക്കുമ്പോൾ അതിൻ്റെ ഗുണം വളരെ കൂടുതലാണ്. എന്നാൽ തെറ്റുകൂടാതെ നാമം ജപിക്കുമ്പോൾ, അല്ലെങ്കിൽ ലയത്തോടുകൂടി നാമം ജപിക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ ശ്രേഷ്ഠത കൂടുമെന്നും നമുക്ക് നാരദ മഹർഷി പോലും ഭാഗവതത്തിലൂടെ പറഞ്ഞു തരുന്നു. അപ്പോൾ ഭഗവത് നാമങ്ങൾ ലജ്ജ കൂടാതെ ധ്യാനിച്ചും എന്താ പറയുക, ഉരുവിട്ടുകൊണ്ടും സഞ്ചരിച്ച് ജീവിതം നയിക്കാനാണ് നാരദമുനി പോലും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ മറ്റ് ചിന്തകളെ ഒഴിവാക്കി കുറച്ചുകൂടെ മനസ്സിനെ നല്ലൊരു അവസ്ഥയിൽ നിർത്താൻ ഈ ഒരു ഭഗവത് നാമചിന്തകൾ, അല്ലെങ്കിൽ നാമോച്ചാരണങ്ങൾ, അല്ലെങ്കിൽ നാമജപങ്ങൾ നമ്മളെ സഹായിക്കും. അതിനാണ് നമ്മൾ വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് ഈശ്വര എന്ന് പറയുന്ന നാമത്തിലാണ്. അതായത് ഈശ്വര പ്രഭുരീശ്വര, അവിടെ ഈശ്വര എന്ന് പറയുന്ന സൃഷ്ടിസ്ഥിതി ലയങ്ങളെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി 37ാമത്തെ നാമം സ്വയംഭൂ, അതായത് സ്വന്തമായിട്ട് ഭവിച്ചവൻ, അതാണ് സ്വയംഭൂ. സ്വന്തമായിട്ട് ഭവിച്ച ആളാണ് ഭഗവാൻ. ഭഗവാൻ ഒരു കാരണം ഇല്ലാതെ, മറ്റൊന്നിൻ്റെയും സ്വാധീനമില്ലാതെ ഭവിച്ചു. അപ്പോൾ അതാണ് സ്വയംഭൂ. സ്വയം പ്രകടമായി എന്നാണ് മനുസ്മൃതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തത് 38ാമത്തെ നാമം ശംഭു. ശംഭു എന്ന് പറയുമ്പോൾ ശംഭാവയതി, അതായത് ശം എന്ന് പറയുമ്പോൾ സുഖം, ശാശ്വതമായ സുഖത്തിനെയാണ് ശം എന്ന് പറയുക. അപ്പോൾ ശാശ്വതമായ സുഖം നൽകുന്ന ആൾ, അതാണ് വിഷ്ണു ഭഗവാൻ. അപ്പോൾ പിന്നെ ഭഗവാൻ എന്ന് പറയുന്ന ആനന്ദം നൽകുന്നത് അത് ശാശ്വതമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ശിവനെ പോലും ശംഭോ മഹാദേവ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ശിവനും വിഷ്ണുവും തമ്മിൽ വലിയ ഭേദമൊന്നുമില്ല എന്നാണ്. പക്ഷെ നമ്മളെല്ലാം ഭേദഭാവത്തിലാണ് കാണുന്നത്. എല്ലാം ഒന്നാണ് എന്നുള്ള ഒരു അദ്വൈത ഭാവം വളർത്തിയെടുക്കുന്നതാണ് നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമെന്ന് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ 39ാമത്തെ നാമം ആദിത്യ, അതായത് ആദിത്യൻ എന്ന് പറയുമ്പോൾ സൂര്യൻ എന്നാണ്. അപ്പോൾ ആദിത്യ മണ്ഡലത്തിൽ 12 സൂര്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ സൂര്യനാണ് വിഷ്ണു, ആദിത്യ. അപ്പോൾ പിന്നെ ഒരേ ആദിത്യൻ, ഇപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു 12 പാത്രത്തിൽ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ സൂര്യനെ താഴെ വയ്ക്കുകയാണെങ്കിൽ 12 പാത്രത്തിലും സൂര്യൻ്റെ ആ ഒരു പ്രതിബിംബം കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെയാണ് പരമാത്മാവ് എല്ലാ ജീവനിലും സ്ഫുരിക്കുന്നു, ജീവാത്മാവ് എന്ന് പറയും. അപ്പോൾ പരമാത്മാവിൻ്റെ അംശമാണ് എല്ലാ ജീവാത്മാക്കളിലും ഉള്ളത്. അപ്പം അതുപോലെ എന്താ പറയുക, വിഷ്ണു ആദിത്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ഒരു പുരുഷൻ, അതാണ് ആദിത്യ എന്നറിയപ്പെടുന്ന 12 സൂര്യന്മാരിൽ ഒരു സൂര്യനാണ് വിഷ്ണു എന്ന് പറയുന്നു. ആ വിഷ്ണുവിൻ്റെ അംശമാണ് എല്ലാ ജീവാത്മാക്കളിലും ഉള്ളത്. ഇനി അടുത്ത നാമം 40 പുഷ്കരാക്ഷ. പുഷ്കര എന്ന് പറയുമ്പോൾ താമരയുടെ കണ്ണുകളോടുകൂടി, അക്ഷി കണ്ണ്, അപ്പോൾ താമരയുടെ കണ്ണുകളോട് കൂടിയ ആൾ, അതാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാന്റെ എല്ലാ അംഗങ്ങളെയും താമരയോട് സാദൃശ്യപ്പെടുത്താറുണ്ട്. കാരണം താമര ഇതളിൽ വെള്ളം വീണാൽ അത് ഇങ്ങനെ തെറിച്ച് പോകും. അപ്പോൾ അതുപോലെയാണ് ഭഗവാൻ വേറെ ഒരു വിഷയത്തിലും ശക്തനാകുന്നില്ല, ഒട്ടിപ്പിടിക്കുന്നില്ല. പ്രപഞ്ച വസ്തുക്കളിലൊന്നും ഭഗവാൻ ഒട്ടിപ്പിടിക്കുന്നില്ല. അതാണ് ആ ഒരു
എപ്പോഴും താമരയോട് ഭഗവാന്റെ പാദങ്ങളെയും കണ്ണുകളെയും ശരീരത്തെയും ഒക്കെ ഉപമിക്കുന്നത്. ഇനി 41ാമത്തെ നാമം മഹാസ്വന. മഹാസ്വന, സ്വനം എന്ന് പറയുമ്പോൾ ശബ്ദമാണ്. മഹാസ്വന, വലിയ വിശിഷ്ടമായ ശബ്ദത്തോടു കൂടിയവൻ എന്നാണ്. അപ്പോൾ പ്രപഞ്ചം ഉത്പത്തി, അതിൻ്റെ ഉദ്ഭവം ഒക്കെ പറയുമ്പോൾ ആദ്യം ഒരു വലിയ സ്ഫോടനമുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബാങ് തിയറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ശബ്ദമാണ് ആദ്യം, നാദബ്രഹ്മമാണ് ഉണ്ടായത് എന്നും ആ നാദബ്രഹ്മത്തെയാണ് നമ്മൾ ഓംകാരം എന്ന് പറയുന്നത് എന്നും അറിയാം. അപ്പോൾ ഈ പ്രണവം, അതിനാണ് പ്രണവമന്ത്രം എന്ന് പറയുന്നത്, ഓംകാരം. അപ്പോൾ പ്രണവമാണ് ആദ്യമായിട്ടുണ്ടായത്. പ്രപഞ്ചം ഉണ്ടായപ്പോൾ ആദ്യം ഉണ്ടായത് ഒരു ശബ്ദസ്ഫോടനമാണെന്നും ആ ശബ്ദം എന്ന് പറയുന്ന ഓംകാര ശബ്ദമാണെന്നും ആ നാദബ്രഹ്മമാണ് ഭഗവാന്റെ ആദ്യത്തെ സ്ഥൂല രൂപം എന്നും പറയുന്നു. അപ്പോൾ അടുത്ത നാമം 42 അനാദിനിധന. അതായത് ആദിയും അന്തവും ഇല്ലാത്തവൻ. ആദി എന്ന് പറയും ജനനം, നിധനം എന്ന് പറയും മരണം. അപ്പോൾ ജന്മമരണങ്ങളില്ലാത്ത ആളാണ് ഭഗവാൻ. അപ്പോൾ നാശവുമില്ല, എപ്പോഴും പൂർണ്ണ ശോഭയോടെ ഭഗവാൻ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ ജന്മമരണങ്ങൾ എന്ന് പറയുന്നത് അത് മനുഷ്യരെ പോലുള്ള ജീവജാലങ്ങൾക്കാണ്. അതാണ് പറയുന്നത്. എപ്പോഴും ഒരേപോലെ നിൽക്കുന്നു, നാശമില്ലാത്ത, ജന്മമരണങ്ങളില്ലാത്ത ഭഗവാൻ. അതാണ് അനാദിനിധന. ഇനി ധാത, 43ാമത്തെ നാമം ധാത. ധാത എന്ന് പറയുമ്പോൾ ധരിക്കുന്നവൻ. അപ്പോൾ ഈ വിശ്വത്തെ മുഴുവൻ ഭഗവാൻ ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ താങ്ങി നിർത്തുന്നു എന്നും പറയാം. അപ്പോൾ അത് നമുക്ക് അറിയാൻ, ആദിശേഷൻ, അനന്തൻ ഭഗവാന്റെ വേറൊരു രൂപം തന്നെയാണ്. ആ അനന്തനിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉള്ളത് എന്നാണ്. ആ അനന്തനിൽ ഭഗവാൻ ഇങ്ങനെ ശയിക്കുന്നത് കാണിക്കുന്നത്. ഭഗവാൻ എന്ന് പറയുന്ന അനന്തനിൽ ശയിക്കുന്നു പറഞ്ഞാൽ പ്രപഞ്ചം തന്നെ ഭഗവാനിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി വിധാത, 44ാമത്തെ നാമം വിധാത. അതായത് വിധാത എന്ന് പറയുമ്പോൾ ബ്രഹ്മാവ് എന്നാണ് അർത്ഥം. കർമ്മഫലങ്ങളെയൊക്കെ വിധാനം ചെയ്യുന്നവൻ. അപ്പോൾ ബ്രഹ്മാവിൻ്റെ പര്യായമാണ് വിധാത. അപ്പോൾ ബ്രഹ്മാവ് തന്നെ പക്ഷെ ഉദ്ഭവിച്ചത് ഭഗവാനിൽ നിന്നാണ്. ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഒരു കമലം, ഒരു താമരയുണ്ടായി. ആ താമരയിലാണല്ലോ ബ്രഹ്മാവ് ഉള്ളത്. അപ്പോൾ ബ്രഹ്മാവ് എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവാകുമ്പോൾ ആ ബ്രഹ്മാവിൻ്റെ പോലും ഉദ്ഭവം ഭഗവാനിൽ നിന്നാണ്. അപ്പോൾ ബ്രഹ്മാവ് ഭഗവാനിൽ നിന്നുണ്ടായി. വിധാത എന്ന് പറയുമ്പോൾ ബ്രഹ്മാവ്, ആ ബ്രഹ്മാവ് തന്നെയാണ് ഭഗവാൻ എന്നും പറയാം. ഇനി 45ാമത്തെ നാമം ധാതുരുത്തമ. വിശേഷ രൂപത്തിൽ സകലത്തിനെയും ധരിക്കുന്നവനാണ് ധാതുരുത്തമൻ. അപ്പോൾ ധാതു എന്നും ഉത്തമ എന്നും രണ്ടായിട്ട് അതിനെ പിരിച്ച് പറയുകയാണെങ്കിൽ സകല ലോകങ്ങളെയും ധരിക്കുന്നവൻ എന്നാണ് ധാതു. ഉത്തമ എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠൻ. അപ്പോൾ വിശേഷ രൂപത്തിൽ സകലത്തിനെയും ധരിക്കുന്നവൻ, വിശേഷ രൂപത്തിൽ സകലത്തിനെയും ധരിച്ചിരിക്കുന്നവൻ എന്നാണ്. പൃഥ്വി ആദി സകല ധാതുക്കളെയും ധരിച്ചിരിക്കുന്ന, എല്ലാം ഭഗവാനിലാണ്. അതാണ് അതിൻ്റെ അർത്ഥം, എല്ലാം ഭഗവാനിലാണ് എന്നാണ്. ഇനി അടുത്ത 46ാമത്തെ നാമം അപ്രമേയ. അതായത് പ്രമാണങ്ങൾക്കൊന്നും ലക്ഷ്യമല്ലാത്തത്. അപ്പോൾ പ്രമാണം എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിനെ അറിയാനായിട്ട് മറ്റൊന്നിനെ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ പ്രമാണം എന്ന് പറയുക. അപ്പോൾ മറ്റൊന്നുകൊണ്ടും അറിയാൻ പറ്റാത്തത്, ഭഗവാനെ അറിയാൻ വേറൊന്നിനെയും കൊണ്ടും സാധിക്കില്ല. ഭഗവാനെ അറിയാൻ ഭഗവാനെ തന്നെ അറിയണം. അതുകൊണ്ടാണ് മറ്റെല്ലാ പഠനങ്ങളും വളരെ ഈസി ആകുമ്പോൾ ഭഗവാനെക്കുറിച്ചുള്ള പഠനം ഭയങ്കര വിഷമമാവുന്നത്. കാരണം മറ്റൊന്നിനെ കൊണ്ടും അറിയാൻ കഴിയില്ല. അപ്പോൾ മറ്റൊന്നിനും വിഷയമല്ലാത്തത്, മറ്റൊന്നിനെ കൊണ്ടും ഭഗവാനെ അറിയാൻ സാധ്യമല്ല, മറ്റ് ശബ്ദങ്ങളെ കൊണ്ടോ ഒന്നും. അപ്പോൾ വാക്കുകൾ കൊണ്ട് നിർവചിക്കാനോ രൂപം കൊണ്ട് പറയാനോ ഒന്നും പറ്റാത്തതുകൊണ്ട്, അതുകൊണ്ടാണ് ഭഗവാൻ അറിയാൻ ഒരുപാട് എന്താ പറയുക സാധന അനുഷ്ഠാനങ്ങൾ ആവശ്യമാണെന്ന് പറയുന്നത്. ഇനി 47ാമത്തെ നാമം ഋഷികേശ. ഋഷികേശ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ ഈശ്വരൻ. അപ്പോൾ ഇന്ദ്രിയങ്ങൾ പരമാത്മാവിൻ്റെ അധീനതയിലാണ്. അപ്പോൾ ആ
ഇന്ദ്രിയങ്ങളൊക്കെ ആ ഏതൊരു പരമാത്മാവിൻ്റെ അധീനതയിലാണോ അതിൻ്റെയൊക്കെ ഈശ്വരൻ. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനാണ് ഭഗവാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വന അനാധിജനോ ധാത വിധാതാ ദുരുത്തമ അപ്രമേയോ ഋഷികേശ പത്മനാഭോ അമരപ്രഭു അവിടെ വരുന്നതാണ് ഋഷികേശ. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനായിട്ടുള്ള ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഇത്രയും ഭാഗം ഭഗവാൻ സമർപ്പിക്കാം. സർവധർമ്മം പരിത്യജ്യ മാമേകം ശരണം വ്രജാഹം ത്വ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച കായേന വാച മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഇത്രയും ഭാഗം നാരായണന് സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. തത്സത്.